പാവൻ്റെ കുട്ടി മുറ്റടിക്കണമൊക്കെ. ഞാൻ ശനിയാഴ്ച പനിയായിട്ട് വീണതാണ് കിടക്കേമ്മ. അരിക്ക് വെള്ളം ഇട്ടേക്കണ്. എൻ്റെ 2 മക്കളും കൂടിയാണ് ഈ ജോലി മുഴുവൻ ചെയ്യണേ. ഞാൻ അവരെ പിന്നാലെ അവരറിയാണ്ട് ഫോണുമായിട്ട് നടന്ന് പിടിക്കണതാണ് ഈ കാണുന്നത്. മൂത്തവനാണ് പാത്രം കഴുകി തരുന്നത്. എന്ത് പണി പറഞ്ഞാലും നോ എന്ന് പറയുന്ന ആളാണ്. ഒന്ന് മിണ്ടാണ്ടൊന്ന് പണിയെടുക്കണമൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ. ഇത്രയും നല്ല മക്കളാണ് ആർക്ക് കിട്ടും? എനിക്ക് കിട്ടിയല്ലോ ദൈവം. എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റുള്ള ചുമയുണ്ട്. പാവം മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് തുണി അലക്കി പിഴിഞ്ഞ് വിരിക്കുകയാണ്. എൻ്റെ മക്കളുടെ നല്ല മനസ്സെല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ വീഡിയോ പിടിച്ചിരുന്നേ. ഇത്രയും നല്ല മക്കളെ നിങ്ങൾക്ക് പോലും കിട്ടില്ല എൻ്റെ സുഹൃത്തുക്കളെ. ഫോണിൽ ഞാൻ എന്താ ചെയ്യണേന്ന് അറിയാൻ ഓടി വന്നിട്ട് പോയി നോക്കി. തുണിയൊക്കെ പിഴിഞ്ഞ് വിരിച്ച്. എൻ്റെ ഇളയ മോനാണ് കൂടുതൽ പണിയെടുക്കുന്നത്. കാരണം മൂത്തവനെ കൊണ്ട് അധികം സ്പീഡിന് വേഗമൊന്നും ചെയ്യാൻ പറ്റില്ല. അവനൊരു പണിയെടുത്ത് വരുമ്പോഴത്തേക്ക് ഇത്തിരി സമയം എടുക്കും. കാരണം അവൻ്റെ അവസ്ഥ കൊണ്ടാണ്. ഇപ്പോൾ തുണിയൊക്കെ ഓരോന്ന് പിഴിഞ്ഞൊക്കെ വിരിക്കണ്ടാ. എന്നോട് അമ്മ എന്തിന് തണുപ്പത്ത് നിൽക്കണേ പൊയ്ക്കോന്ന് പറഞ്ഞ് ഒച്ചയെടുത്തിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കണതാണ് കാണണം ഞാൻ പോവാനിട്ട്. തുണിയൊക്കെ ഉണങ്ങിയ തുണിയൊക്കെ മടക്കണതാണ് കാരണം. മൂത്തവൻ ഇതൊക്കെ മടക്കി വയ്ക്കണ്ടാ. അപ്പം അടുത്ത് തന്നെ ഒരു രസം ഉണ്ടാവും. തുണി മടക്കി അലമാരിൽ വെക്കാൻ പറഞ്ഞ് വലിയ ഇതിൽ തുണി മടക്കി അലമാരിൽ വെക്കാൻ പോയതാണ് കാണുന്നത്. തുണി വെച്ചത് മാത്രം ഓർമ്മയുണ്ട്. ഇപ്പോൾ വീഴും പറക്കോന്നേ. ചേടാ ഇരട്ടി പണിയായി. എന്നിട്ട് അങ്ങനെ തന്നെ എടുത്ത് വെക്കുകയാണ്. അടക്കലും പറക്കലൊന്നുമില്ല. പനിയമ്മ സഹായിക്കുന്നുണ്ട്. പാവൻ്റെ ഉണ്ണികൾ ചക്കര ഉണ്ണികളാണ്. നല്ല മക്കളാണ് എൻ്റെ മക്കൾ. എത്ര ദിവസം കിടപ്പായിട്ടെന്ന് പറയുമ്പോൾ ശനിയാഴ്ച കിടപ്പായതാ. മൂത്രത്തിപ്പഴുപ്പിൻ്റെ ഇൻഫെക്ഷൻ കൂടി ഞാൻ വയ്യാണ്ട് തീരെ കിടപ്പെന്ന് വെച്ചാൽ എനിക്ക് എണീക്കാൻ പോലും പറ്റില്ല. വാഷ്റൂം